നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ 16 വെന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുക്കുന്ന ഭൂമിയുടെയും ബാധിക്കുന്ന കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ഉടമകൾക്ക് ദേശീയപാത നിർമ്മാണത്തിൽ ലഭ്യമാക്കിയ നിരക്കിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തീരുമാനമായി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തിരൂരങ്ങാടി നിയോജകമണ്ഡലം MLA KP മജീദുമായും നഗരസഭാ അധികൃതരുമായും ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത്. നേരത്തെ PK അബ്ദുറബിന്റെ സമയത്താണ് 100 കോടി രൂപ അനുവദിച്ചുകൊണ്ട് തിരൂരങ്ങാടി മണ്ഡലത്തിലെ 16 പൂക്കിപ്പറമ്പ് ബൈപ്പാസ് പദ്ധതി സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ പദ്ധതി കടന്നു പോകുന്ന തെന്നല പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ ഭൂമി ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടതിനാൽ ഈ പദ്ധതിയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി തിരൂരങ്ങാടി നഗരസഭയിലെ 16 നിന്നും ആരംഭിച്ച് ദേശീയപാതയിലെ വെന്നൂരിൽ അവസാനിക്കുന്ന രൂപത്തിൽ പുതിയ അലൈൻമെന്റിന് അനുമതി ലഭ്യമാക്കുകയായിരുന്നു. ഈ പദ്ധതിക്ക് 100 കോടി രൂപയുടെ ഭരണാനുമതി ഉത്തരവ് നേരത്തെ ലഭ്യമാക്കിയിട്ടുണ്ട്. പുതിയ അലൈൻമെന്റ് പ്രകാരമുള്ള DPR തയ്യാറാക്കി പദ്ധതിയുടെ നിർവഹണ ചാർജുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ വിഭാഗമായ റോഡ്സ് ഫണ്ട് ബോർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കിഫ്ബി ബോർഡിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. കിഫ്ബി ബോർഡിന്റെ അംഗീകാരം ലഭ്യമാകുന്ന മുറയ്ക്ക് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കാനാകും. നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് KP മജീദ് MLA അറിയിച്ചു. ചർച്ചയിൽ KP മജീദ് MLA, നഗരസഭാ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ, ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ഇസ്മായിൽ, M അബ്ദുറഹ്മാൻ കുട്ടി, കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് R, കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇർഫാൻ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു, TK നാസർ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഓവർസിയർ ഷുഹൈബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.